ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എയർ ഇന്ത്യ തന്നെ ഓഗസ്റ്റ് 8-ാം തീയതി വരെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. അപ്പോൾ ലോകം ഒരു യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ യുദ്ധം നടക്കുക തന്നെ ചെയ്യും എന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനോടനുബന്ധിച്ചാണ് റഷ്യയുടെ യുദ്ധവിമാനം ഇറാനിൽ ഇറങ്ങിയിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ആയുധങ്ങൾ വഹിച്ചുകൊണ്ടുള്ള റഷ്യയുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധവിമാനമാണ് ഇറാനിൽ ഇറങ്ങിയിരിക്കുന്നത് എന്നതിനാൽ ഈ യുദ്ധത്തിൽ റഷ്യയുടെ പങ്കാളിത്തം ഏറെക്കുറെ ഉറപ്പാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരെ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തുകയും ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന സമയങ്ങളിലും സാഹചര്യത്തിലും തങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും എന്നുള്ള പ്രഖ്യാപനം ഇസ്മായിൽ ഹനിയയുടെ മരണത്തോടനുബന്ധിച്ച് തന്നെ ഇറാന്റെ സർക്കാർ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് യുദ്ധത്തിന്റെ മുന്നറിയിപ്പ് എന്ന തരത്തിലുള്ള ചുവന്ന കൊടി ഉയർത്തി എന്നുള്ള റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് വായിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രീയ നിരീക്ഷണവും വിലയിരുത്തലൊക്കെ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്നത് വളരെ പ്രധാനമായിരിക്കുന്ന 4 രാജ്യങ്ങളാണ്. അതിലൊന്ന് ജോർദാൻ, രണ്ടാമത് ഈജിപ്ത്, 3 സിറിയ, 4 ലെബനാൻ. ഈ 4 രാജ്യങ്ങളാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യം. മറ്റൊന്ന് മെഡിറ്ററേനിയൻ കടലുമാണ്. ഇതിൽ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ. ജോർദാനും അതോടൊപ്പം തന്നെ പിന്നീട് നോക്കുന്ന സമയത്ത് ഈജിപ്തുമാണ് കൂടുതൽ പ്രദേശങ്ങൾ പങ്കിടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 2 രാജ്യവും അതിൽ പ്രത്യേകിച്ച് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യമാണ് എന്നതിനാൽ ജോർദാനിലൂടെ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് ജോർദാനിലൂടെയാണ് ആക്രമിക്കുന്നതെങ്കിൽ ജോർദാനിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സംവിധാനവും ഇസ്രായേലിന്റെ സൈനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സിറിയയിലെ ഇറാന്റെ എംബസി ഇസ്രായേൽ തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്ന മിസൈൽ അല്ലെങ്കിൽ ഡ്രോണിന്റെ പരമാവധി ഡ്രോണുകളെല്ലാം തകർത്തത് ജോർദാന്റെ ഭാഗത്തു നിന്നാണ്, ജോർദാന്റെ ഭൂമിയിൽ നിന്നാണ് എന്നുള്ളതിന്റെ റിപ്പോർട്ട് പിന്നീട് പുറത്തു വന്നതാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തും യുദ്ധത്തിനോട് താല്പര്യമില്ലാത്ത രീതിയിലോ അതല്ലെങ്കിൽ 100% യുദ്ധത്തിന് വേണ്ടി ഇറാനോടൊപ്പം സഹകരിക്കുന്ന രീതിയിലോ ഉള്ള റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യുദ്ധസമാധാനത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതും ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന രാജ്യം എന്ന നിലക്കും ആ പ്രദേശം ഒരു യുദ്ധ ഭൂമികയായിട്ട് കാണാനുള്ള സാധ്യതകൾ കുറവായിട്ടാണ് കാണുന്നത്. പിന്നീടുള്ള 2 രാജ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് സിറിയയാണ്, 2 ലെബനാനാണ്. ഈ 2 രാജ്യവും എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ്. ഈ 2 രാജ്യത്തിന്റെയും ശത്രുവാണ് ഇസ്രായേൽ. അതിർത്തി ഈ 1967 യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാന്റെയും സിറിയയുടെയും ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന ഒരു വിഷയവും അവർ ശത്രുത വർദ്ധിക്കാൻ വളരെ കാരണമാണ്. ഗോലാൻ കുന്നിന്റെ പ്രദേശം എന്ന് പറയുന്നത് സിറിയയുടെ ഭാഗമാണ്. ഇപ്പോഴും പകുതി സിറിയയുടെ കയ്യിലും പകുതി ഇസ്രായേലിന്റെ കയ്യിലുമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ ഗോലാൻ കുന്നിലാണ് കഴിഞ്ഞ പ്രാവശ്യം 12 കുട്ടികൾ മരണപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത്. അത് ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന റിപ്പോർട്ടായിരുന്നു ആദ്യം പ്രചരിച്ചത്. അതിന് വല്ലാത്ത രീതിയിൽ അന്താരാഷ്ട്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് അന്വേഷിച്ച സമയത്താണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കയ്യബദ്ധമാണ് അവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 12 കുട്ടികൾ മരിക്കാനിടയായത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നതോടുകൂടി ആ ലെബനാനുമായിട്ടുള്ള നേരിട്ടുള്ളൊരു യുദ്ധം ഇസ്രായേൽ തന്നെ ഒഴിവാക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കയിൽ നിന്ന് വളരെ പെട്ടെന്നാണ് ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ലെബനാനുമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അതിനോടനുബന്ധിച്ച് പ്രചരിച്ചത്. എന്നാൽ അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് വന്നതോടുകൂടി ആ കാര്യത്തിൽ നിന്ന് അവർ പിന്തിരികയായിരുന്നു. ഇതാണ് അവിടെ ഈ ഗോലാൻ കുന്നുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്തത് വന്നത് ലെബനാനാണ്. ലെബനാൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും
ഇസ്രായേലിന്റെ ശത്രുരാജ്യമാണ്. ഏറ്റവും ശക്തമായിരിക്കുന്ന ആകാശ യുദ്ധം ഇസ്രായേലിനെതിരെ നടത്തിയത് ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറാന്റെ മലീഷ്യ ടീമാണ്. അതുകൊണ്ട് അവരിലൂടെ, അതായത് ലെബനാനിൽ നിന്ന് ഈ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യത ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതേപോലെ തന്നെ സിറിയ എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ്. ഇസ്രായേൽ തിരിച്ച് ഇങ്ങോട്ടുമാണ്. ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് 3 പ്രാവശ്യമെങ്കിലും സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവരുടെ പ്രാദേശിക എയർപോർട്ടിലായിരുന്നു സ്ഫോടനം നടത്തിയത്. അത് അവിടെ നിന്ന് വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. സിറിയയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇറാന്റെ എംബസി സിറിയയിൽ വെച്ച് ഇസ്രായേൽ തകർത്തത്. അതിനോടനുബന്ധിച്ചാണ് പിന്നെ വലിയ വിഷയം ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേരെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഈ 2 രീതിയിൽ ഇതിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒന്ന്, സിറിയയും ലെബനാനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാൻ അവിടെ നിന്ന് നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധം നടത്താനുള്ള സാധ്യത. ഇറാൻ ഒരു യുദ്ധം നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ സിറിയയുടെ മലീഷ്യകളോ, ലെബനാനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പോ, യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതരോ, ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ മലീഷ്യകളോ, ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നവരോ അവരൊന്നും എന്ത് ചെയ്യില്ല, അവരൊന്നും സമാധാനമായിട്ട് നിൽക്കുകയില്ല. വളഞ്ഞു നിൽക്കുന്ന ഒരു അക്രമം ശക്തമായ രീതിയിൽ ദിവസവും സമയവും നിശ്ചയിച്ചുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇതിനിടയിൽ പറയുന്നു. അപ്പോൾ അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലും ഒരു രാജ്യവും ഇപ്പോ ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പലസ്തീനിൽ വെച്ചാണ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതെങ്കിൽ അത്ര വലിയ വിഷയമൊന്നുമില്ല. കാരണം യുദ്ധഭൂമിയാണ് പലസ്തീൻ എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശം യുദ്ധഭൂമിയാണ്. ആ യുദ്ധഭൂമിയിൽ വെച്ച് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നേതാവ് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷയം ഉണ്ടാവുന്ന കാര്യമല്ല. പക്ഷെ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കാത്ത ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇറാന്റെ പ്രസിഡന്റ്, നിലവിലെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ് ഹമാസ് നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയ. സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും അത് ഇറാന്റെയും കൂടി ബാധ്യതയായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. അപ്പൊ അവരുടെ ടെറിറ്റോറിയിൽ കയറിയിട്ടുള്ള ഒരു അക്രമം തീർച്ചയായിട്ടും അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റിയിരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് യുദ്ധപ്രഖ്യാപനം ഇത്ര പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വിഷയം എന്ന് പറയുമ്പോൾ ഇതിനെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോംവഴികളാണ് സ്വീകരിക്കുക എന്നുള്ള രീതി കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാണ്. അമേരിക്കയുടെ പല യുദ്ധക്കപ്പലുകളും മെഡിറ്ററേനിയൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പൊ കടലിൽ നിന്ന് തന്നെ ഇതിനെ പ്രതിരോധം ഉണ്ടാക്കാൻ ഒരുപക്ഷെ സാധിച്ചോളണമെന്നില്ല. 100-ലധികം കൃത്യമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മന്ത്രിമാർക്ക്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മൊബൈൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള പുതിയ സംവിധാന കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ ആ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. അതോടനുബന്ധിച്ച് തന്നെ റോഡിലൂടെ നീങ്ങുന്ന സൈനിക വാഹനങ്ങളോ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ മൊബൈൽ എടുക്കുകയോ അത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് ഒരേ രീതിയിൽ ഇസ്രായേലും അതിനോടനുബന്ധിച്ച് തന്നെ ഇറാനും പറഞ്ഞാണ്. ഇറാൻ പ്രത്യേകപരമായിരിക്കുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് വിദേശകാര്യ വകുപ്പ് ജനങ്ങൾക്ക് കൊടുത്തത്. നമ്മുടെ റോഡിന്റെ നിരത്തിലൂടെ ഇഷ്ടംപോലെ സൈനിക വാഹനങ്ങൾ, സൈനികവുമായിട്ട് ബന്ധപ്പെട്ട പല സംവിധാനങ്ങളും പോകുന്ന ഒരിക്കലും മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന തരത്തിൽ. അപ്പൊ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് സാഹചര്യം ഉണ്ടാക്കിയത് ഇസ്രായേൽ തന്നെയാണ്. ഈ യുദ്ധത്തിന്റെ പരിണത ഫലം എത്രത്തോളം ഉണ്ടാവും എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ സങ്കടകരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധം വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. കാരണം അമേരിക്കയിൽ നിന്ന് ഒരിക്കലും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുകയില്ല. പകരം എന്ത് ചെയ്യണം? അറബ് രാജ്യത്തിന്റെ സഹായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അനിവാര്യമാണ്. പലസ്തീന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ ഹനിയയായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നടത്തുന്ന ഒരു യുദ്ധത്തിൽ ഒരിക്കലും അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് അറബ് രാജ്യങ്ങൾ എടുക്കാനുള്ള സാധ്യതകൾ കുറവായിട്ട് കാണുന്നു. പക്ഷെ ജോർദാന്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ജോർദാൻ എന്ന് പറഞ്ഞാൽ 1967 ഈജിപ്തിനോടൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത രാജ്യമാണ് ജോർദാൻ. ജോർദാന്റെ കൈവശത്തിലുള്ള ഭൂമിയും യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് വെസ്റ്റ് ബാങ്ക് ആയിട്ട് അറിയപ്പെടുന്ന പ്രദേശം. അത് അന്ന് വരെ
ജോർദാന്റെ കൈവശത്തിലായിരുന്നു, പിന്നീട് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. അപ്പോൾ അവരുടെ ഭൂമിക തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ട് പോലും ഈ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ നിലപാടിനോട് യോജിക്കാത്ത രീതിയിലാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും, ഈജിപ്തിനെയും ജോർദാനെയും ഒഴിവാക്കി സിറിയയും ലെബനാനെയും ആശ്രയിച്ചും അതോടൊപ്പം തന്നെ ഇറാഖിനെ ആശ്രയിച്ചുമുള്ള യുദ്ധമാണ് അവര് കണക്കൂട്ടുന്നത്. ഇറാഖിനെ ആശ്രയിച്ച് എന്ന് പറഞ്ഞാൽ ഇറാന്റെ അതിർത്തിയായിട്ട് പങ്കിടുന്ന രാജ്യം ഇറാഖാണ്. ഇറാഖ് കഴിഞ്ഞാൽ പിന്നെ സിറിയാണ് വരുന്നത്. അപ്പോൾ ഇറാഖ് അനുകൂലമാണ്, സിറിയ അനുകൂലമാണ്. ഇറാനിൽ നിന്ന് ഇറാഖ് വഴി സിറിയ വഴി ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്താനോ ഡ്രോൺ ആക്രമണം നടത്താനോ ഇറാന് സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. 1950ഓളം കിലോമീറ്റർ, ഏകദേശം 2000 കിലോമീറ്ററിന്റെ വൈദൂരമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കണക്കാക്കുന്നത്. 2100ഓളം കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ പ്രയോഗങ്ങൾ നടക്കാനുള്ള സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും ഒരു മഹായുദ്ധത്തെ വിളിച്ചു വരുത്തുകയാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരേ രീതിയിൽ അഭിപ്രായപ്പെടുന്നു. ഇതിന്റെ ദുരന്ത ഫലം എത്രത്തോളം ഉണ്ടാവുമെന്ന് കൃത്യമായും പറയാനോ അതേക്കുറിച്ച് വിലയിരുത്താനോ ആർക്കും സാധിക്കാത്ത രീതിയിലാണ് യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.